നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ്. എന്തിനാണ് നമ്മൾ ഈ ഒബ്സർവേഷൻ ലേണിംഗ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, എവിടേക്കാണ് നമുക്കത് യൂസ് ചെയ്യാമെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതേപോലെ ആ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള സാധനങ്ങൾ അതേപോലെ സബ് ഹെഡിങ് ആയിട്ട് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോൾ മോഡലിംഗ്. എന്താ റോൾ മോഡലിംഗ്? നമുക്ക് ഏകദേശം അറിയുന്ന കാര്യമാണ് അല്ലേ. ലേണേഴ്സ് ക്യാൻ എമുലേറ്റ് ബിഹേവിയേഴ്സ് ഓഫ് റോൾ മോഡൽസ് വിച്ച് എയ്ഡ്സ് ഇൻ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോറൽ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ പലരും പറയാറുണ്ട്, എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ്, അല്ലെങ്കിൽ എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റോൾ മോഡലിംഗ് പോസിബിൾ ആക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു റോൾ മോഡൽ ആരാണോ അവരുടെ നല്ല നല്ല ബിഹേവിയേഴ്സ് നമ്മളിലേക്ക് എടുത്തിട്ട് അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ദെൻ സോഷ്യൽ സ്കിൽസ് ഡെവലപ്മെൻറ്റ്. എന്താ? ഒബ്സർവിങ് സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ലേൺ അപ്രോപ്രിയേറ്റ് സോഷ്യൽ ബിഹേവിയേഴ്സ് ആൻഡ് നോംസ്. എന്ന് വെച്ചാൽ ഭയങ്കര വികൃതി അടിച്ച് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ആക്റ്റീവായിട്ട് ഒരു സെക്കൻഡ് പോലും ഒതുങ്ങിയിരിക്കാത്ത ഒരു കുട്ടീനെ പിടിച്ചിട്ട് കുറേ കുട്ടികളുള്ളൊരു ക്ലാസ് റൂമിൽ കൊണ്ടിരുത്തി. അപ്പോൾ അവിടെ ആ കുട്ടി ജസ്റ്റ് ഇമാജിൻ ചെയ്യാം കേട്ടോ, ആ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഒതുങ്ങിയിരിക്കുന്നുണ്ട്, ഇവ മാത്രം ഇങ്ങനെ വികൃതി അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എത്ര ടീച്ചർ ചീത്ത പറഞ്ഞാലും ഇല്ലെങ്കിലൊക്കെ സ്വയം ആ കുട്ടിക്കൊരു തോന്നലുണ്ടാവും, അല്ലെങ്കിൽ സ്വയം ആ കുട്ടി മറ്റുള്ളവരെ പോലെ മെല്ലെ 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 ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതായത് സോഷ്യൽ സ്കിൽസ്, സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് മറ്റുള്ളവരുടെ നിന്ന് നമുക്ക് നോക്കിക്കണ്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ദെൻ സ്കിൽ അക്വിസിഷൻ. It enables the acquisition of new skills by watching others perform tasks, reducing the need for direct instruction. എന്താണ്? ഇപ്പോൾ നമുക്കിപ്പോൾ കുക്കിംഗ് പഠിക്കണം എന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ അമ്മ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഒബ്സർവ് ചെയ്ത് നമ്മളതിനെ വാച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ പഠിക്കാറ്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് തോന്നിയ പോലെ കുക്ക് ചെയ്യാണോ ചെയ്യുക? അല്ലല്ലോ, ഒരാൾ ചെയ്യുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. എന്ന് വെച്ചാൽ ഇതേപോലത്തെ പല സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്സർവേഷൻ ലേണിംഗ് നമുക്ക് യൂസ്ഫുള്ളാണ്. ദെൻ എൻഹാൻസ്ഡ് മോട്ടിവേഷൻ. Seeing others succeed can inspire individuals to set and pursue similar goal. എന്താണ്? ഇപ്പോൾ മറ്റൊരാൾ, ഇപ്പോൾ നമ്മുടെ ഒപ്പം തന്നെ ഉള്ള ഒരാൾ പല കാര്യങ്ങളിലും ഭയങ്കര സക്സീഡായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, നല്ല ഇങ്ങനെ എല്ലാത്തിലും വിജയിച്ചങ്ങനെ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും, ഓക്കെ എനിക്കും അവനെ പോലെ ആവണം, അല്ലെങ്കിൽ എനിക്കും അവളെ പോലെ ആവണം, കണ്ടില്ലേ എന്ത് നന്നായിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഒബ്സർവേഷൻ ലേണിംഗ്. ദെൻ റിസ്ക് റിഡക്ഷൻ. എന്താ? Learners can avoid the pitfalls of trial and error learning by observing the consequences of others' action. നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ എടുക്കാം. ഇപ്പം എനിക്ക് കുക്കിംഗ് പഠിക്കണം, ഞാൻ നേരെ അടുക്കളയ്ക്ക് പോയിട്ട് ഗ്യാസൊക്കെ എങ്ങനെയൊക്കെ ഓണാക്കി ചീനച്ചട്ടിയൊക്കെ വെച്ച് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രയൽ ആൻഡ് എററൊക്കെ ചെയ്യുമ്പോൾ കുറേ പൊട്ടിത്തെറിക്കും, കുറേ കൈ പൊള്ളും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. റിസ്ക് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ അതേ സമയം ഞാൻ എൻ്റെ അമ്മ ചെയ്യുന്നത് നോക്കുമ്പോൾ ഓക്കെ എങ്ങനെയാണ് ചട്ടി അടുപ്പത്ത് വെക്കേണ്ടത്, എങ്ങനെയാണ് ശ്രദ്ധിച്ച് ഗ്യാസ് ലൈറ്റർ ഓൺ ആക്കേണ്ടത്, അതൊക്കെ മറ്റൊരാളെ ചെയ്ത് കാണുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് കുറച്ചൊന്ന് കുറവായിരിക്കും. ഇപ്പോൾ ലാബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടീച്ചർ സൾഫ്യൂരിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നീറ്റായിട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊന്നും അറിയാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിട്ട് അത് നോക്കി പഠിക്കുമ്പോൾ എന്താ, ആ ആസിഡ് തട്ടി കൈ പൊള്ളാനുള്ള റിസ്ക് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇപ്പോൾ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഒബ്സർവേഷൻ ലേണിംഗ്. ദെൻ കോഗ്നിറ്റീവ് ഗ്രോത്ത്, അതായത് ഒന്നുമില്ല ബുദ്ധി വളർച്ച, അതിനെയാണ് കോഗ്നിറ്റീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ദെൻ observation stimulates cognitive process such as attention, memory, reasoning, enhancing overall learning. അപ്പോൾ എന്താ, നമ്മളെ ഒരു കാര്യം നോക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ കാര്യം ശ്രദ്ധിക്കണം അല്ലേ. മാത്രമല്ല അത് നമ്മൾ മെമ്മറിയിലേക്ക് എടുത്തു വെക്കണം, എന്നാലാണ് നമുക്കത് ഓർത്തെടുത്ത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ വരുമ്പോൾ ബുദ്ധിപരമായിട്ട് നമുക്കൊരു വളർച്ച ഉണ്ടാവുന്നുണ്ട്. ദെൻ അഡാപ്റ്റബിലിറ്റി. ഇത് എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ കേരളത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പാലക്കാടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, എന്നെ പാലക്കാട് പഠിച്ച് മലയാളം പറയുന്ന എന്നെ പിടിച്ചിട്ട് ഇപ്പോൾ വേറെ ഒരു ലാംഗ്വേജ് മറാത്തിയൊക്കെ പറയുന്ന ഒരു ക്ലാസ്സിലൊക്കെ കൊണ്ടേ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
പക്ഷേ ഞാൻ ഇപ്പം മെല്ലെ മെല്ലെ അവരുടെ ആ ഒരു സംസാര രീതി, അവരുടെ ലാംഗ്വേജ് ഒക്കെ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ആ ഒരു സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നോക്കിക്കേ, ഇറ്റ് അലൗസ് ഇൻഡിവിജ്വൽ ടു അഡാപ്റ്റ് ബിഹേവിയേഴ്സ് ബേസ്ഡ് ഓൺ ഒബ്സർവ്ഡ് ഔട്ട്കംസ് ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്. എന്താണ്, മറ്റുള്ളവരുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ബിഹേവിയറും ആ ഒരു രീതിയിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അതായത് ഏതൊരു സിറ്റുവേഷൻ വന്നാലും ആ സിറ്റുവേഷനിൽ എങ്ങനെ മറ്റുള്ളവർ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് നമുക്കും ആ സിറ്റുവേഷനിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ കൾച്ചറൽ ലേണിംഗ്. Observational learning is crucial for transmitting cultural values and practices across generation. എന്താണ്, ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ഫോളോ ചെയ്ത് വരുന്നൊരു കസ്റ്റം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഓണത്തിന് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്ന പോലെ സദ്യ ഉണ്ടാക്കും, പൂക്കളിടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പിന്നിലുള്ള തലമുറയിൽ നിന്നും കണ്ടുപഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഒബ്സർവേഷൻ ലേണിംഗ് ആണ്. ദെൻ പിയർ ലേണിംഗ്. എന്താ, എൻകറേജസ് കൊളാബറേറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് വേർ സ്റ്റുഡൻസ് ലേൺ ഫ്രം ഈച്ച് അതേഴ്സ് എക്സ്പീരിയൻസസ്. എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് അതിനെയൊക്കെ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നത് വഴി പിയർ ലേണിംഗ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്. Observing emotional responses in others can improve empathy and emotional intelligence, fostering better interpersonal relationship. എന്താണ്, മറ്റുള്ളവർ ഇമോഷണലി എങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നു. ചില ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും, യോ അവനൊക്കെ എന്തോരോ പേഷ്യൻസ് ആണ്, ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു, പക്ഷെ അവനൊക്കെ ഭയങ്കര പേഷ്യൻസാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇതുവഴി എന്താ ശരിക്കും നമ്മളവിടെ ചെയ്ത്, മറ്റുള്ളവരുടെ ഇമോഷണൽ റെസ്പോൺസുകൾ ഒബ്സർവ് ചെയ്തിട്ട് ആ രീതിയിൽ നമുക്കൊരു ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസ് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതെല്ലാം ഈ ഒബ്സർവേഷൻ ലേണിംഗ് വഴി നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇമ്പോർട്ടൻസിന് പകരം അഡ്വാൻറ്റേജസ് ചോദിച്ചാൽ എന്ത് തന്നെയാണ്, ഇതേ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. ഇതേ കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ സബ് ഹെഡിങ് കൊടുത്ത് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒബ്സർവേഷൻ ലേണിംഗ് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ 4 സ്റ്റേജസ് ഏതാന്ന് പറഞ്ഞു, അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. അപ്പോൾ എല്ലാ രീതിയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ 10 മാർക്കിന് ചോദിച്ചാൽ എന്താണ് ഒബ്സർവേഷൻ ലേണിംഗ്, അതേപോലെ തന്നെ അതിൻ്റെ 4 സ്റ്റേജസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഓരോന്നും സബ് ഹെഡിങ് ഇട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ കാണാം കേട്ടോ.